ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡെയിലി മാജിക്. ഡെയിലി മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപഴം വെച്ചുള്ള ഒരു സ്നാക്കാണ്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടി 6 ചെറുപഴം എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. പഞ്ചസാരയുടെ അളവ് പഴത്തിൻ്റെ മധുരമനുസരിച്ചും പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചും കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ തന്നെ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് റവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കേണ്ടതുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എള്ള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് കുറേശ്ശെയായിട്ട് മാവ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് വെച്ചിട്ട് സ്നാക്സ് 2 സൈഡും ഫ്രൈ ആക്കി എടുക്കണം. പുറമേ നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ സ്നാക്സ് കിട്ടുന്നത്. അപ്പം നമ്മുടെ ചെറുപഴം വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ സ്നാക്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നാൽ ശരി, അടുത്ത് തന്നെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ബൈ ബൈ.